കരുണ എസ്റ്റേറ്റ് ഭൂമിക്ക് കരമടയ്ക്കാനുള്ള ഉത്തരവ് തൽക്കാലം പിൻവലിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഉത്തരവിൽ നിയമപരമായ അവ്യക്തതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് യോഗത്തിനു ശേഷം മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു. അതേസമയം ഉന്നതതല യോഗ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി KPCC പ്രസിഡന്റ് VM സുധീരൻ രംഗത്തെത്തി. ഇടതു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉത്തരവ് റദ്ദാക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പറഞ്ഞു. കരുണ എസ്റ്റേറ്റിലെ 833 ഏക്കർ ഭൂമിക്ക് പോപ്സൺ ഗ്രൂപ്പിൽ നിന്നും നികുതി സ്വീകരിക്കാനുള്ള ഉത്തരവ് വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചേർത്തത്. ഉത്തരവിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്താനാണ് യോഗം തീരുമാനിച്ചത്. AGയുടെ നിയമോപദേശം അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഉത്തരവ് റദ്ദാക്കിയിട്ടില്ല. ഇത് ബേസിക് ടാക്സ് വാങ്ങുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ എൻകംബറൻസ് ഇത് രണ്ടും പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ നികുതി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തതയോടുകൂടിയാണ് റിപ്പോർട്ട് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ എതിർ റിപ്പോർട്ടുകളെ മന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ ഒരു കളക്ടർ റിപ്പോർട്ട് തന്നാൽ അപ്പാടെ സ്വീകരിക്കണം എന്ന നിബന്ധനകളില്ല. എന്നാൽ ഉന്നതതല യോഗ തീരുമാനത്തിനെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ രംഗത്തെത്തി. തീരുമാനം തൃപ്തികരമല്ലെന്നായിരുന്നു VM സുധീരന്റെ പ്രതികരണം. നേരത്തെ ഉത്തരവ് റദ്ദാക്കണമെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉത്തരവ് റദ്ദാക്കുമെന്ന് CPIM നിയമസഭാ കക്ഷി സെക്രട്ടറി AK ബാലൻ MLA പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതുകൂടി പറയാം, ആദ്യം റദ്ദ് ചെയ്യുന്നത് ഇതായിരുന്നു. റിപ്പോർട്ടർ, പാലക്കാട്, തിരുവനന്തപുരം.